CPMന്റെ സൈബർ കടന്നൽ. PV അൻവർ MLAക്ക് ഇങ്ങനെ ഒരു വിളിപ്പേരുണ്ട്. സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന ഓൺലൈൻ ചാനലിനെതിരെ നിരന്തരം നടത്തിയ പോരാട്ടമാണ് അൻവറിനെ സൈബർ കടന്നലാക്കിയത്. രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിൽ CPMന്റെ രാഷ്ട്രീയ ആയുധമായിരുന്നു അൻവർ. പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും CPMും PV അൻവറിനെയാണ് ഉപയോഗിക്കുന്നത്. അതേ ആയുധം ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇരുതല മൂർച്ചയുള്ള വാളാണ് അൻവർ എന്ന് പിണറായി തിരിച്ചറിഞ്ഞത് മുറിവേറ്റപ്പോൾ മാത്രമാണ്. അൻവറിന്റെ ആരോപണങ്ങൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിലും പുറത്തും ജയ് വിളിച്ചിരുന്ന CPM അണികളും ഇതേ ഞെട്ടലിലാണ്. ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അമ്പയ്യാൻ PV അൻവറിനെ പ്രേരിപ്പിക്കുന്നത്? അത്തരമൊരു ശക്തി കേന്ദ്രം CPMലുണ്ടോ? ഈ ഉത്തരം വെളിപ്പെടുത്താത്ത ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ തകർന്ന ഇടതുപക്ഷം ഓരോ ദിവസവും കൂടുതൽ തകരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമാക്കാരനായ മന്ത്രിക്കൊപ്പം സിനിമാക്കാരനായ MLAയും ആരോപണ വിധേയനായിരുന്നു. NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വേറെ. പാർട്ടിക്കുള്ളിലെ അതികായകർ ഓരോ ആരോപണങ്ങളിൽപ്പെട്ട് ഓരോ ദിവസവും വാർത്തകളിൽ നിറയുന്നു. ഇത്തരം കുഴപ്പങ്ങൾക്കിടെയാണ് ഇപ്പോൾ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ. താക്കോൽ സ്ഥാനങ്ങളിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ മാത്രം തിരഞ്ഞു പിടിച്ച് നിയമിക്കുകയാണോ CPM എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാനില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്നുയർന്ന സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇക്കുറി മുഖ്യന്റെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പ്രതിസ്ഥാനത്ത്. വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുവെന്നാണ് ഇപ്പോഴത്തെ പുതിയ ആരോപണം. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടെയും ADGPയുടെ അറിവോടെയുമാണ് സ്വർണം പൊട്ടിക്കില്ലെന്നാണ് പറയുന്നത്. ഭരണകക്ഷി MLA ആണ് ആരോപണത്തിന് പിന്നിലെന്നതാണ് CPMനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. ഈ ആരോപണം തെറ്റാണെങ്കിൽ MLAക്കെതിരെ നടപടിയെടുക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കും സർക്കാർ അത് ചെയ്യാത്തത്? മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴെ ഇത്തരം കൊള്ളരുതായ്മ നടക്കുമ്പോൾ പിണറായി വിജയൻ ഉറക്കം നടിക്കുകയായിരുന്നു. കവടിയാറിൽ ADGP കൊട്ടാരം പോലുള്ള വീട് പണിയുന്നത് സംസ്ഥാന ഇന്റലിജൻസ് പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥനെ തിരഞ്ഞു പിടിച്ച് വീണ്ടും ഉന്നത സ്ഥാനം കൊടുത്തതിന് പിന്നിൽ പിണറായിക്ക് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ? പൊതുജനങ്ങളുടെ ഇത്തരം ചോദ്യത്തിന് യാതൊരു മറുപടിയുമില്ലാതെ പകച്ചു നിൽക്കുകയാണ് CPM. പ്രതിപക്ഷത്തിനെതിരെ അൻവർ നടത്തിയ എല്ലാ കടന്നാക്രമണങ്ങളെയും പിന്തുണച്ച CPMന് ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല. അൻവർ ആരുടെയെങ്കിലും കോടാലി കൈയാണോ? ആരായിരിക്കും പിണറായിക്കെതിരെ ഈ കോടാലി ആഞ്ഞു വീശുന്നത്? പാർട്ടിയിൽ ശക്തനായ പിണറായിക്കെതിരെ ഈ പാർട്ടി സമ്മേളന കാലത്ത് ഇത്തരമൊരു നീക്കം നടത്താൻ ആർക്കാണ് ധൈര്യം? ഇത്തരമൊരു ചോദ്യം പാർട്ടി അനുഭാവികളുടെ ഉള്ളിൽ എരിയുന്നുണ്ട്. പാർട്ടിക്ക് പുറത്തു നിന്ന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന PV അൻവർ MLA എങ്ങനെ തളയ്ക്കാമെന്നാണ് ഇപ്പോൾ CPM നേതാക്കളുടെ ചിന്ത. നിലവിലെ സാഹചര്യത്തിൽ അതൊരു അനിവാര്യതയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ CPMനകത്തും കണ്ണൂർ രാഷ്ട്രീയത്തിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കൂടുതൽ കരുത്തനായിരിക്കുകയാണ്. P ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഇടം നേടാനാകാതെ ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. MV ഗോവിന്ദനെ അല്ലെങ്കിൽ പാർട്ടി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ 2 പേരെയാണ് ഇനി വരുതിയിലാക്കാനുള്ളത്. അതിൽ പ്രധാനി PV അൻവർ MLA. രണ്ടാമത്തേത് അൻവർ ആരോപണ മുനയിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയെ തരം താഴ്ത്താനെടുത്ത തീരുമാനവും അച്ചടക്കത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന നിലപാടിന്റെ ഭാഗമാണ്. പോലീസിലെ പുഴുക്കുത്തുകളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സംഭവിച്ച പുഴുക്കുത്തിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും P ശശി പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായതിനാൽ പരിശോധന എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിമുടി കൊള്ള സംഘത്തിന്റെ കേന്ദ്രമായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് കണ്ണടച്ച് തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലാണ് CPM അനുഭാവികൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക.